ഡോളുകളും പൂക്കളും ഉൾപ്പെടെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ വിസ്മയിപ്പിക്കുകയാണ് പത്തനംതിട്ട മാരൂർ സ്വദേശിനി സരസ്വതി ടീച്ചർ. ഏഴംകുളം ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് പ്രഥമാധ്യാപികയെ വിരമിച്ച ശേഷം ടീച്ചറുടെ ഹോബി ഇതാണ്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം കുട്ടികളെ ഉൾപ്പെടെ പഠിപ്പിക്കുന്നുമുണ്ട്. കാണാം സരസ്വതി ടീച്ചറിന്റെ വിശേഷങ്ങൾ. കടുവയും പുലിയും ജിറാഫും അണ്ണാനും പെൻഗിനുമെല്ലാം പത്തനംതിട്ട അടൂർ മാരൂർ സ്വദേശിനി സരസ്വതി ടീച്ചറുടെ സ്വീകരണ മുറിയെ മനോഹരമാക്കുന്നുണ്ട്. ആയിരത്തി 1995 ഏഴംകുളം LP സ്കൂളിൽ നിന്നുമാണ് സരസ്വതി ടീച്ചർ വിരമിച്ചത്. അക്കാലത്ത് തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ ടീച്ചർക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഇന്ന് 86-ാം വയസ്സിൽ അത് ഒരു ഹോബിയായി തുടരുന്നു. കുറേ വർഷങ്ങളുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും എല്ലാം പിള്ളേർക്ക് ഓരോന്നെല്ലാം കാണിച്ചു കൊടുക്കുകയും അവർക്ക് എക്സ്പീരിയൻസിന് അവർക്ക് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതെല്ലാം ചെയ്യും, ഇപ്പോഴേ ഫുൾ ടൈം ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യാൻ, അല്ലാത്ത ഉള്ള കാര്യങ്ങളൊന്നും വയ്യല്ലേ. വിരമിച്ച ശേഷം സമയം എങ്ങനെ ചിലവഴിക്കണം എന്നതിൽ സരസ്വതി ടീച്ചറിന് സംശയമേ ഉണ്ടായിരുന്നില്ല. പാഴ്വസ്തുക്കൾ ടീച്ചറുടെ കയ്യിലെത്തിയാൽ മനോഹരമായ കരകൗശല വസ്തുക്കളായി മാറും. ഇപ്പം പ്ലാസ്റ്റിക് കവറിൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന തന്നെ കളറൊക്കെ ഉള്ളതെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെക്കും. കുപ്പിയുടെ ചെവിടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു പൂ പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ വെട്ടിയെടുത്തിട്ട് പിന്നെ കളറൊക്കെ ചെയ്ത് സീക്വൻസ് ഒക്കെ ഇട്ടിച്ച് അന്നേരം ഒരു പൂ പോലെ ആകും. അനേകം കുട്ടികളെ പരിശീലിപ്പിച്ച് സ്കൂൾ മേളകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും ഇപ്പോഴും ആവശ്യക്കാരെ പരിശീലിപ്പിക്കുന്നു. നിരവധി പേർ സരസ്വതി ടീച്ചറുടെ കലാസൃഷ്ടികൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോകും. പലതിനും ചോദിക്കുന്ന വിലയും കൊടുക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.